വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ കേരളത്തിൽ എല്ലായിടത്തും. ഈ ചേട്ടനെ എനിക്ക് എന്തൊരു ഇഷ്ടം, ഈ ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ്. ഞാൻ വിളിക്കുന്ന അളിയ ചേട്ടാന്നൊക്കെ ഞാൻ പണ്ട് അച്ഛൻ ക്യാരക്ടർ ചെയ്തു ഒരുപാട് ഫാൻസ് ആർക്കുള്ളത്. പിള്ളേർക്കെല്ലാം തന്നെ കാണുന്നു. ഈ മാമന്മാരും അമ്മമാരും ഒരുപാട് സെൽഫി എടുക്കും. ഈ കോളേജ് പഠിക്കുന്ന പെൺപിള്ളേരും പെൺപിള്ളേരും എന്റെ കൂടെ സെൽഫി എടുക്കും. അപ്പൊ അമ്മമാര് അങ്ങനെ ഞാൻ വിളിക്കാറുണ്ട്. ഇല്ല, എല്ലാവരുടെ സ്നേഹത്തോടെ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് ഫുൾ ഫോം ചോദിക്കും. എനിക്കറിയത്തില്ല. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ചന്ദ്രിക. ഒരു കാര്യം അറിയോ വീട്ടില് ഗേൾഫ്രണ്ടിനെ കാണാൻ വരണെന്ന്. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഉത്തരം അറിയണം ആകാശ്. വലിയ ഉത്തരമൊന്നും ഇല്ല. എന്തുകൊണ്ട് ആരോട് പറയാത്തൊരു സീക്രട്ട് ഉണ്ടല്ലേ? ഞാൻ ഇവനോട് ഇവര് വെളിയിലോട്ട് പോകുമ്പോഴത്തേനും ഞങ്ങൾ റൂമിൽ കിടക്കും. എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ കിടക്കും. ഇവന് അവിടെ കൊള്ളണമായിരുന്നു അതിനുമായിട്ട്. അതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നീ എന്തിനാ ഇരിക്കുന്നത്? ഓ എല്ലാരും കലാകാരന്മാരെ പുറത്തെടുക്കുന്ന ഒരു നിമിഷമാണ് ഇവിടെ. 3 മനുഷ്യന് സാധനം പരിചയ അല്ലമിന്റെ മനസ്സിൽ സങ്കല്പത്തിലുള്ള ഒരു കൊച്ചിനെ വരയ്ക്കാണ്. ഹായ് ഗൈസ്, ബിഹൈൻഡ് വുഡ്സ് ഐസിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ കൂടെ ഉള്ളത് ഒരു 6 യങ്സ്റ്റേഴ്സ് ആണ്. ആൻഡ് എല്ലാവരും നമ്മൾ കണ്ടന്റോട് കൂടെ നമുക്കിങ്ങനെ ചിരിപ്പിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ അങ്ങ് എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന യുവജനങ്ങൾ ആണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാനൊരു ഇന്റർവ്യൂ ഇതേപോലെ ഡെയിലി ഇരുന്ന് ചെയ്തിട്ടില്ല. എന്നെ നിങ്ങൾ ആരും പെടുത്തരുത്, ഓക്കെ? ഇന്നെ കഴുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട്. നിങ്ങളുടെ കണ്ടന്റ്സ് ഒക്കെ ആക്ച്വലി ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആരാണ് കണ്ടന്റ് ഹെഡ്, തല പുകഞ്ഞ് ചിന്തിക്കുന്നത് ആരാണ്? അങ്ങനൊന്നുമില്ല. അവരവരെ ചാനലിന് അവരവര് കണ്ടുപിടിക്കും. അപ്പം ഇപ്പൊ എന്റെ വീഡിയോയില് ഞാൻ ഒരു കണ്ടന്റ് കണ്ടുപിടിക്കുവാണെങ്കിൽ അത് അഭിനയിക്കാം ഇവര് തന്നെ. നമ്മളൊരു ടീമാണ്. അങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ചെയ്തിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ കൂടുതലും എന്താ പറയാ ഫാൻസ് ആർക്കാണുള്ളത് നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പില്? ഈ ചേട്ടനെ എനിക്ക് എന്തൊരു ഇഷ്ടം, ഈ ചേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ് എന്നൊക്കെ പറയുന്ന എല്ലാവർക്കും എന്നെ മതി. പെൺപിള്ളേർക്കെല്ലാം തന്നെ കാണുന്നു. നല്ല 30 ആന്റിമാർക്കാണ് കൂടുതൽ താല്പര്യം. കൂട്ടത്തോടെ പോകുമ്പോഴേ ഈ മാമന്മാരും അമ്മമാരും ഒരുപാട് സെൽഫി എടുക്കും. ഈ കോളേജ് പഠിക്കുന്ന പെൺപിള്ളേരും പെൺപിള്ളേരും എന്റെ കൂടെ സെൽഫി എടുക്കും. ശരിക്കും സത്യാവസ്ഥ നിങ്ങൾ എന്ത് സത്യാവസ്ഥ എന്താ ഇവിടെ? കൊച്ചു പിള്ളേർക്കെല്ലാം അവനാ മതി. പൊടി പിള്ളേർക്ക്, കുഞ്ഞു പിള്ളേർക്ക്, വലിയ ചേച്ചിമാർ ചേച്ചിമാർക്ക് ഇത് വീക്കിന്റെ അടുത്ത് പോകാറുണ്ട്. എന്റെ അടുത്തൊന്നും വരാറില്ല. ആന്റിമാരൊക്കെ അമ്മമാര് അങ്ങനെ വിളിക്കാറുണ്ട്. ആണോ? അമ്മമാര്. ഓക്കെ. നിങ്ങൾ ഫാൻസിനെ എന്താ വിളിക്കുക? ഫാമിലി എന്നാണോ? എല്ലാവരുടെ സ്നേഹത്തോടെ നമ്മൾ ഞാൻ ഇങ്ങനെയാണ് തിരിച്ച് നമ്മൾ സ്വാഗതം ചെയ്യും. ഓക്കെ. നിങ്ങൾ എല്ലാവരും റിയൽ ലൈഫില് മീൻസ് നമ്മളെല്ലാവരും റീൽ കണ്ടിട്ടാണ് പരിചയം. എന്താ ചെയ്യുന്നത് ഓരോരുത്തർ? അവിടെ നിന്ന് തുടങ്ങും. ഒന്നും ചെയ്യുന്നില്ല. ഇത് നമ്മൾ കണ്ടന്റ് ക്രിയേറ്റർ തന്നെയാണ്. എറണാകുളത്ത് പഠിക്കാൻ പറഞ്ഞു. അപ്പൊ എത്ര വയസ്സായി? 21 വയസ്സായിട്ടില്ല. ഓക്കെ. ഞാൻ മാത്രം പ്രായം കുറവെന്ന് അതെല്ലാം ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ മടുത്തു. നീ എന്താ പറഞ്ഞത്? ഞാൻ പറയില്ല. 21 വയസ്സ്. അപ്പൊ ഇനി പഠിക്കാൻ പോകണല്ലോ. എന്താ പഠിക്കാൻ പോണ? CNC മെഷീനോ? അത് നമുക്ക് മനസ്സിലായിട്ടില്ല. അത് നന്നായി ഓപ്പറേറ്റ് ചെയ്തോളൂ എന്തായാലും. എന്താണ്? എനിക്കറിയത്തില്ല. റെക്കമെൻഡ് ചെയ്തു പഠിക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്തു ചന്ദ്രിക. ഒരു
കാര്യം പഠിക്കാൻ പോകുമ്പോ അതെന്താന്ന് പോലും ഞാൻ അഡ്മിഷൻ പോലും എടുത്തില്ല അങ്ങനെയൊന്നുമില്ല. ഞാൻ 6 മാസം പറഞ്ഞ അവൻ എന്തിനാ പഠിക്കാൻ പോകുന്നത്? അതിന് വേണ്ടി ഇവിടെ വന്ന് ചില്ല് ചെയ്യാൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇവിടെ വന്ന് പഠിക്കാൻ നമ്മള് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെ നിന്നാ പഠിക്കാൻ പറ്റുന്നത്? കല്ലൂരി. ആണ്ടാ കല്ലൂര് അതായത് നിങ്ങളിന്ന് കല്ലൂര് പോയത്. ഇതിൽ നിന്ന് മനസ്സിലാക്കണം കണ്ണൂസിന്റെ വീട്ടുകാരും എല്ലാവരും. അയ്യോ കണ്ണൂസിനെ വീട്ടുകാർ അറിഞ്ഞാൽ നന്നാവൂട്ടാ. അറിയോ വീട്ടില് ഗേൾഫ്രണ്ടിനെ കാണാൻ വരണേന്ന്? എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ആരുടെയോ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട് ആവശ്യം എടുത്തിട്ടാ ഇവിടെ ആരുടെയോ ഗേൾഫ്രണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിന് ആ കൊച്ചിനെ കാണാൻ വേണ്ടി പോയപ്പോഴാണ് ലേറ്റ് ആയത് ചേച്ചി. അത് അതൊന്നും സത്യാവസ്ഥ പറയോ ഇതെന്താ കുട്ടി കുട്ടി വിളിക്കാൻ പോയതാണ്. ഗേൾഫ്രണ്ട് ഒന്നും ഇല്ല അല്ലേ? ചുമ്മാ ഉണ്ടവന് അതിലേക്ക് വരാം. അതിലേക്ക് ഓരോരുത്തർ ചെയ്യണ കാര്യങ്ങൾ പറയും. ഓക്കെ അപ്പൊ CMC MSc എന്നോട് പഠിക്കാൻ പോണ കുട്ടി. ഓക്കെ ഇനി എന്താ പഠിക്കണം? അല്ലമ്മി ഞാൻ കൊല്ലം SN ഡിഗ്രി പഠിച്ചോണ്ടിരുന്ന എനിക്കൊരു 2-3 അപ്ലൈ ഉണ്ടായിരുന്നു. ഞാൻ മലപ്പുറം എഴുതിയെടുത്തില്ല. വീട്ടുകാർ ഗൾഫിൽ പോകാനും ഇതിനെക്കാട്ട് ഭയങ്കര പ്രഷറായിരുന്നു. അങ്ങനെ ഫൈനാൻസ് സേഫ്റ്റി പഠിക്കാൻ വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ നെബോഷം എടുത്ത് എന്നിട്ട് ഗൾഫിൽ വിടുന്ന ഭയങ്കര ഇതായിരുന്നു. അപ്പോഴും വീഡിയോ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴൊന്നും വൈറലായിട്ടില്ല വീഡിയോ. പിന്നെ ഒരു വർഷം മറ്റേ KML ട്രെയിൻ ആയിരുന്നു. അപ്പോൾ ശമ്പളമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക. പിന്നെ ഇടയ്ക്ക് ആ ടൈമിൽ വീഡിയോ കയറി തുടങ്ങി. അപ്പോഴും ഗൾഫിൽ പോകാൻ പ്രഷർ ഉണ്ടായിരുന്നു. ദുബായി പോകും പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് എല്ലാം സെറ്റ് തന്നെ. പിന്നെ ഒരു നല്ലൊരു കയറ്റവും കയറി എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ എത്തി. ഇപ്പൊ നമ്മള് കോണ്ടന്റ് ക്രിയേഷൻ ആണ് ചെയ്യുന്നത്. യൂട്യൂബർ ആണ്. ആക്ടിങ് ഒരുപാട് ഡ്രീം ഉണ്ട്. എനിക്ക് സൂര്യനോട് ഒരുമിച്ച് അഭിനയിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ സൂര്യനൊപ്പം സൂര്യണ്ണൻ്റെ ഒപ്പം അണ്ണനെ വിളിക്കാം. സൂര്യണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂര്യനെ. കാണാണെങ്കിൽ എന്നൊരു ഹായ് പറയണം. എന്തായാലും കണ്ടിരിക്കും. പഠിക്കുന്നതിന് മുന്നേ അഭിനയിച്ചു കണ്ടിട്ടുണ്ട്. അല്ല ഈ സൂര്യൻ ഇത്രയധികം ഇഷ്ടമാകാൻ കാരണം എന്താ? അത് നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഞാൻ പടം കണ്ടു തുടങ്ങിയപ്പം നമ്മളിപ്പോ കാര്യങ്ങൾ തീരാണെങ്കിലും ഒരു അഭിനയിക്കുന്ന നമുക്ക് ഒരു ആഗ്രഹം തോന്നത്തില്ല. അത് പുള്ളിയുടെ പടം കണ്ടാ തോന്നിയിട്ടുള്ളത്. അതാണ് മെയിനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ സൂര്യ അഭിനയിച്ചതില്? വാരണായിരം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. സൂര്യനെ ഇഷ്ടമാണെന്ന്. ഓക്കെ അപ്പൊ സൂര്യനൊക്കെ കാണാൻ പറ്റും. സൂര്യനെ കൂടെ അഭിനയിക്കാൻ പറ്റട്ടെ. നീ എന്താ ആഗ്രഹിച്ചത്? എന്താണ് പരിപാടി? ഇതൊക്കെ തന്നെ പരിപാടി. ജോലിയൊന്നുമില്ല. +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുത്ത് അതിന് പോയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. റീച്ച് ഉണ്ടായിരുന്നു. ആക്ച്വലി ഇവരെ എനിക്ക് അവനോട് കാരണം ഇങ്ങനെയൊക്കെ നമ്മൾ ഒരാൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണത് എങ്ങനെയാണ്. കാരണം നമുക്ക് ചില സമയത്ത് ഇപ്പൊ ഞാനും ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഉള്ളു. അപ്പൊ ചില സമയത്ത് നമ്മളായിരിക്കും ഇനി എന്താ അടുത്ത ഇടുക. പക്ഷെ ഇവരുടെ എല്ലാ കണ്ടന്റ് ആക്ച്വലി മെയിൻ ആയിട്ട് ഭയങ്കര റീച്ചാണ്. അതെങ്ങനെ നിങ്ങൾ ആ ഒരു പേസ് കീപ്പ് ചെയ്യുന്നത്? കൂട്ടുകാരുടെ നടക്കുന്ന അനുഭവങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഇത്രമാത്രം അനുഭവങ്ങൾ അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ കിട്ടും. അപ്പൊ ഓരോരുത്തരെ എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ആയിരിക്കും. അപ്പൊ ഓരോരുത്തരെ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റീലിൽ കാണുന്ന ശരിക്കുള്ള ക്യാരക്ടേഴ്സ് നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ വരുന്ന വഴി കാറിൽ നിന്ന് കണ്ടന്റ് കിട്ടിയുള്ളൂ. അതെന്ത് കണ്ടന്റാ? അത് ഞങ്ങൾ പറയും കേക്കട്ടെ. അത് പറയാൻ പറ്റില്ല അല്ലേ? ഓ നിങ്ങളിങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോ പെട്ടെന്ന് കണ്ടന്റ് കിട്ടുമ്പോഴാണ് ഇങ്ങനെ എടുക്കാന്ന് വിചാരിക്കും. ഓക്കെ ഓക്കെ ഇനി എന്താ അജ്മൽ പറ. അജ്മൽ ബോങ്ക് അല്ല അജു ബോങ്കോ സോറി അത് പറയും. എന്താ ചെയ്യണമെന്ന് പഠിത്തം നിർത്തി. പിന്നെ പഠിത്തം നിർത്തി. ഇനി പഠിച്ച ശരിയാവത്തില്ലെന്ന് അറിയാം. ഈ യുവതലമുറയോട് എന്താ പറയാനുള്ളത്? അതായത് ഇപ്പൊ എല്ലാവരും പറഞ്ഞില്ല നമുക്ക് ഡിഗ്രി വേണം, പഠിക്കണം, എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഇങ്ങനെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ അമ്മമാരെ അച്ഛന്മാരെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന പിള്ളേരോട് എന്താണ് അജുൻ പറയാറുള്ളത്? ഞാൻ ഡിഗ്രിയും അതിൽ കൂടുതലുള്ള പഠിത്തം പഠിച്ചിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് പറയാം. യെസ് ഞാൻ സക്സസ്ഫുൾ ആയി. ഒരിക്കലും സൈഡിൽ നിന്ന് കയറി വരുന്നല്ലോ. പക്ഷെ നിനക്ക് വേണ്ട കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റണല്ലോ. അപ്പൊ അതൊരു സക്സസ് അല്ലേ? 60% എത്തി. +2 നമ്മൾ +2 പഠിച്ചില്ലേ? അത് പഠിച്ചാലും നമുക്ക് 60% വരെ എത്താനുള്ളതുണ്ട്. എന്താണ് ഡെയിലി എന്താ ചെയ്യണമെന്നാണ് ഇവിടെ ചോദിച്ചത്. അജ്മലിന്റെ ഒരു ഡെയിലി റുട്ടീൻ പറ. രാവിലെ എണീറ്റിട്ട് എന്താ നിങ്ങൾക്ക് ചായ കുടിക്കും, കണ്ടന്റിരിക്കും. അപ്പൊ അന്ന് ചെയ്യാനുള്ള കണ്ടന്റ് വെച്ചാൽ തലിച്ചിട്ട് എല്ലാ ദിവസവും ഇല്ല. ഇപ്പൊ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല. പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല. രാവിലെ ഓർഡർ കാണിക്കും, പല്ലിയേക്കും, ചായ കുടിക്കും. കുളിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടന്റ് ആയിരിക്കും. എല്ലാ ദിവസവും ഇല്ല എല്ലാ ദിവസവും ഒരു
ആഴ്ചയിൽ 3 വീഡിയോ വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ 3 ദിവസത്തിൽ ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഓക്കെ. ബാക്കിയുള്ള ദിവസം പിന്നെ ഇവര് വീഡിയോ തന്നെ അങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പം കണ്ടന്റ് ആലോചിച്ച് കഴിഞ്ഞു. കണ്ടന്റ് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവരെ എല്ലാം വിളിച്ച് എണീപ്പിക്കുക. രാവിലെ വിളിച്ചിട്ട് നീ എത്ര മണിക്ക് എണീക്കുക? ഞാനും രാവിലെ ഒരു 8 മണിക്ക്. അപ്പൊ ഇവരെ എപ്പോഴാണ് എണീക്കുക? മിനിമം 11, 11:30, 12. അപ്പോഴാണ് ഇവരെ വിളിച്ച് എണീപ്പിക്കുന്ന ഡ്യൂട്ടി നിനക്കാണ്. പക്ഷെ അവർക്ക് അവരൊരു വീഡിയോ ഉള്ളപ്പോൾ നേരത്തെ എണീക്കും. നമ്മളെ അല്ല എല്ലാവരും അങ്ങനെ തന്നെ. എല്ലാവരും അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ഇവനൊരു സിംഗറാ, പ്രൊഫഷണൽ സിംഗറാ. പക്ഷേ അത് രാത്രി 12 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ. മോഡേൺ മെലഡി ഇതൊക്കെ പുള്ളിക്കാർ കമ്പോസ് ചെയ്യുന്നുണ്ട്. ഇല്ല പാട് വിഘ്നേഷ് കമോൺ. അത് മതിയാ? സൂപ്പർ സൂപ്പർ. കൊളന്തേ ഇല്ല ഇല്ല എനിക്ക് പാട്ട് കേൾക്കണം. എനിക്ക് ആ പാട്ട് കേട്ടിട്ട് അടുത്ത് ചോദിച്ചു നോക്കിയുള്ളൂ. എന്തെല്ലാം സ്വപ്നങ്ങളാണെന്നോ. അത് ഇന്നലത്തെ പാട്ടായിരുന്നു. അത് ശരി. ഇതാണ് പാട്ടുകാരനാണ്. പാട്ടുകാരനൊന്നും അല്ല രണ്ടുപേരും. നീ പറഞ്ഞോ, ഇവിടെ നടക്കണല്ലോ, പാടണില്ല. വീഡിയോ എടുക്കും, കുളിപ്പിക്കും. ഞങ്ങളെ സ്നൂക്കർ കളിക്കാൻ വേണ്ടി ഞാനും അല്ലമ്മയാണ് ഇപ്പോഴത്തെ ടീം ജയിച്ചിരിക്കുന്ന ടീം. ജയിച്ചിരിക്കുന്ന ഞങ്ങൾ വേറൊരു കാര്യം എന്റെ തന്നെ ഉണ്ടല്ലോ. ഇവരുടെ ടീമുണ്ട്. ഇവരുടെ ടീമിനെ ഫുട്ബോൾ കളിയിൽ 17 കളിയിൽ 15 കളി ഞങ്ങൾ തോപ്പിച്ചിട്ടുണ്ട്. ഈ 15 കളി തോപ്പിച്ചു. ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനാണ് ഞങ്ങള്. ഇവൻ യൂട്ടാപ്പി ക്രിക്കറ്റ് മാച്ച് കളിച്ച് അത് മൈക്കാച്ച് കളിച്ച് 3 കളി തോപ്പിച്ചു ടീമിനെ. പിന്നെ സ്നൂക്കർ കളിച്ചു. സ്നൂക്കർ അത് 5 കളി തോപ്പിച്ചു. ഇവരെ ടീമിൽ കളിക്കാൻ ഡിസ്ട്രിക്ട് പ്ലേയേഴ്സ്, ഒരു player കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയേഴ്സ് വരെ കളിക്കും. വേണേ എല്ലാം കോൺടാക്ട് ഉണ്ടാവും. അല്ലാതെ ഞാൻ പറഞ്ഞുതരാം. അവിടെ കളിക്കുന്ന പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ വിളിച്ചോണ്ടിരിക്കും. ഒറ്റ ഒരു കളി മാത്രം ഒരു കുഞ്ഞു പയ്യൻ 10ാം ക്ലാസ് 100 എന്ന് പറഞ്ഞ പയ്യൻ അവൻ നല്ല കളിക്കും. അവൻ വന്നൊരു 10 ഗോൾ ഇട്ട് കൊടുത്തു. ഇവരെ ഒറ്റ കളി 10 ഗോൾ ഉണ്ട്. നല്ല കളിക്കുന്ന പയ്യനാണ്. സംസാരിക്കാൻ വേണ്ടി പാവങ്ങള് കുറെ പിന്നാലെ ഇരിക്കാം. ആകാശല്ലേ, ആകാശ് പറയും എന്താ നിങ്ങൾക്ക് പറയാൻ ഇവരുടെ കൂടെ ജീവിക്കുമ്പോ എന്തൊരു അവസ്ഥ? നല്ല അവസ്ഥ. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മിണ്ടാണ്ടിരിക്കുന്നത് ആകാശം. കണ്ടുപിടിച്ചാ മിണ്ടത്തില്ല. കൊല്ലത്തുനിന്ന് എറണാകുളം വരെ വന്നു കഴിഞ്ഞാൽ ആകാശം ഉണ്ടാവുന്ന അറിയത്തില്ല. ആണോ? വേറെ കാര്യം പറയാം. മെയിനായിട്ടൊരു കാര്യമുണ്ട്. ഇവൻ ഉള്ളപ്പോഴാണ് മിണ്ടാത്തത്. ഇന്നലെ അങ്ങോട്ട് ഫോട്ടോ വെച്ച് വന്ന് ഫുൾ ചില്ലായിരുന്നു. ഇവൻ ഉള്ളപ്പോൾ മിണ്ടാത്തില്ല. അതൊന്നും അറിയാൻ വയ്യ. പക്ഷെ രാത്രി ഞങ്ങളൊന്ന് നൈറ്റ് വൈബ് ഒക്കെ രണ്ടുപേരും മാത്രം വരത്തില്ല റൂമിൽ തന്നെ. നമുക്ക് ഈ ഗ്യാങ്ങിൽ ആ സീക്രട്ട് നമുക്ക് ഇപ്പൊ പൊളിക്കാം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഞാൻ ചുമ്മാ പറയുന്നതൊക്കെ. അല്ലല്ല, എന്താ വീക്കുള്ളപ്പോ ആകാശം മിണ്ടില്ല എന്നാണ് പറയണത്. ചില്ല് കുറയും സംസാരിക്കാം. ഇപ്പൊ ഉള്ളപ്പോ ഒരു മടിയാണ്. അത് ഇവരുടെ ഗ്യാങ്ങിൽ ഒരു സംസാര വിഷയമാണല്ലോ. ഇപ്പൊ സംസാര വിഷയം. അതെ അതെ. അപ്പൊ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ഉത്തരം അറിയണം ആകാശ്. വലിയ ഉത്തരവൊന്നും ഇല്ലല്ലേ? എന്തുകൊണ്ട് ആരോട് പറയാത്തൊരു സീക്രട്ട് ഉണ്ടല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഉണ്ട്. വീക്ക് പറയോ. ഒരു ഇവൻ കളിയാക്കുന്നത്. ഞാൻ ഇവനോട് ഇവര് വെളിയിലോട്ട് പോകുമ്പോഴത്തേനും ഞങ്ങൾ റൂമിൽ കിടക്കും. എനിക്ക് നടക്കാൻ വയ്യാത്തോണ്ട് ഞാൻ കിടക്കും. ഇവൻ അവിടെ സൊള്ളാണ് വരുന്നത്. അതുകൊണ്ട് അവൻ അങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ നീ എന്തിനാ ഇരിക്കുന്നത്? അവിടെ കിടക്കാം. എനിക്കാണെ വയ്യ.
ഇതിലേ ഈ ചാനൽ പറയട്ടെ. ഫോട്ടോഗ്രാഫി, വെഡിങ് ഫോട്ടോഗ്രാഫി, പിന്നെ ഒരു വീഡിയോ എടുക്കാൻ. പിന്നെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ റൂട്ടിൽ കൂടെ പോയിട്ട് പറയൂ, ഹലോ ഐ ആം എ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. ആ സാധനം ഇല്ലില്ല, പെമ്പിളാരം ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. ഇല്ല, ആ ഒരു ഗ്രാമിക എങ്ങനെ മാത്രം ചെയ്തിട്ടുണ്ട്. വേറെ പെമ്പിളാരം ചെയ്തിട്ടില്ല. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുമ്പോ തള്ളിയിട്ടില്ല. വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടില്ല. നല്ല ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ ഉണ്ട്. പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭയങ്കര പാഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ചെറിയൊരു ടാസ്കിലേക്ക് പോകാം. അതായത് ഞങ്ങൾ ഒരു ഇത് തരും, ബോർഡ് തരും, എന്നിട്ട് നിങ്ങൾക്ക് ഒരു സിനിമയുടെ പേര് തരും. അപ്പൊ എന്നിട്ട് ആ പടം മിണ്ടരുത്, പല്ല് പോലും കാണിക്കാണ്ട് നിങ്ങൾ അതിങ്ങനെ വരച്ച് കാണിക്കണം. സിനിമ അങ്ങനെ ആ അക്ഷരം എഴുതാനല്ല കേട്ടാ, അതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വരയ്ക്കാം. ഓക്കെ, ലിയോ ആണെങ്കിൽ ഹൈനയുടെ പടം വരയ്ക്കണം. യെസ്, കണ്ടുപിടിച്ചു. ഓക്കെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിലാണ് നമ്മുടെ പേരുള്ളത്. ആദ്യം മാർക്ക് വേണം. കണ്ണൂസ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരു ഓർഡറിൽ പോവാല്ലേ? ഓക്കെ, ആദ്യത്തെ തന്നെ എടുത്തു. ഓക്കെ, നമ്മള് അത് ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ പേര് ക്ലാസ് ഒക്കെ എഴുതിച്ചോ. കണ്ണൂസ്. ഓക്കെ, കണ്ടുപിടിക്കില്ല. പേര് കണ്ണൂസ്. എല്ലാവർക്കും ഗസ് ചെയ്യാം, പക്ഷെ നമ്മൾ ആരും പെട്ടെന്ന് ഗസ് ചെയ്യാം. കണ്ണൂസ്. അപ്പൊ നമ്മള് എല്ലാരും കലാകാരന്മാരെ പുറത്തെടുക്കുന്ന ഒരു നിമിഷമാണ് ഇവിടെ. എന്തോ വലിയ കാര്യത്തില് വരയ്ക്കുന്നുണ്ട്. ആണാന്ന് നിനക്ക് ഇങ്ങനെ മനസ്സിലായത്? ഓക്കെ, ഇനി അടുത്തത് ഇവര് ഞാനൊന്നും പറഞ്ഞില്ല. ഓക്കെ, കണ്ണൂസ് ആള് ശരിയല്ല. ഓക്കെ, അടുത്തത് ഏതെങ്കിലും ഓക്കെ, മനസ്സിലായോ? മലയാളം വായിക്കാറില്ലേ? ഓക്കെ, പേര് അൽ അമീൻ. ആരും അങ്ങനെ എഴുതാറൊന്നുമില്ല അല്ലെ, എല്ലാരും ടൈപ്പിംഗ് അല്ലേ? ആ, ഓക്കെ, വലിയൊരു വട്ടമാണ്. നിങ്ങക്ക് കാണാണ്ടോ വശത്ത്? കുറച്ചിങ്ങനെ കയറിയിരുന്നോ? ആ, എന്താ മതി. ആ, ഇത് ആളെ തന്നെ വരയ്ക്കാണോ? അല്ലമ്മീൻ അല്ലമ്മീന്റെ മനസ്സിൽ സങ്കല്പത്തിലുള്ള ആ ഒരു കൊച്ചിനെ വരയ്ക്കാണ്. ഇങ്ങനെയാണോ കൊച്ചിരിക്കണത്? നിങ്ങളിങ്ങനെ കീനായിട്ട് അലിക്കണ നോക്കിയിരിക്കല്ലേ? ഇതിന്റെ ദൈവമേ, ഇത് കണ്ടിട്ട് മാളികപ്പുറം പടത്തിലെ പാട്ടിപ്പടമാണ്. അരിവാളുണ്ട്. കുഞ്ഞാടനൊന്നും കാണിച്ചേ. ആട് കറക്റ്റ്. ഒരു മിനിറ്റ്, ആട് ഇതെന്താണ്? ഇവിടെ ചെവിയാണോ? അല്ല, ആടല്ല, സോറി, ആടാണ് കൈ. ഇത് ആടാണ് സങ്കല്പത്തില്. ഇത് മുതുക്കാണ്. എന്തായാലും ആൾക്കാർ കണ്ടുപിടിച്ചല്ലോ. ഗുഡ് ഗുഡ് ഗുഡ്. വിക്യുനാണ് നമ്മൾ അടുത്ത ടാസ്ക് കൊടുക്കാൻ പോകുന്നത്, അല്ല അടുത്ത പേര് കൊടുക്കാൻ പോകുന്നത്. വിഘ്നേഷ് ആർ. ഓക്കെ, നിക്ക് നോക്കരുത് കേട്ടാ. എന്താ കുഴപ്പമില്ല. അപ്പൊ ആ പേരും സംബന്ധിച്ചെന്തേലും വെച്ചോ. ആന. ഇത് അതൊരു പടമോ? ജയറാമിന്റെ കുട്ടിയാനുള്ളൊരു പടം അതാണോ? നീ വരയ്ക്ക് വരയ്ക്ക്. ഇതിനാണ് വരച്ചത്. ആ, വിഘ്നേഷിന്റെതാണോ? വിനായകൻ. ഇതൊക്കെ കാണുമ്പോ നിനക്ക് എന്താ തോന്നണേന്നാണ് ചോദിക്കുന്നത്. ഉത്സവം അവസാനത്തെയാടാ. അപ്പൊ ആദ്യത്തെ എന്താ? അത് ഉത്സവത്തിന്റെ കൂടെ 3 വാക്കും കൂടെ ഉണ്ട്. 3 സുല്ലിട്ടു. സീറോപ്പോ. മദനോത്സവം. ഒരു മിനിറ്റ്, ഉത്സവത്തിന് ശേഷം എത്ര ഉണ്ടെന്ന്? ഉത്സവം
മധുരോത്സവം. ഞാൻ ഇതൊക്കെ ആലോചിച്ചു ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അജു. അജുവിനെയാണ് എനിക്കൊരു പ്രതീക്ഷ ഉള്ളത്. വായിക്കാൻ പറ്റുന്നില്ല. അജു മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ അജുവിനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആണല്ലേ, ഓക്കെ. എല്ലാവരെയും മനുഷ്യന്മാരെയും ആനേനൊക്കെയാണല്ലോ വരയ്ക്കണത്. മേരിക്കുട്ടീനൊക്കെ ഒന്നും പറയല, കുഞ്ഞാണ് പിന്നെ രസമുണ്ടായിരുന്നു. 4 പേരെ വരയ്ക്കണം ഫോർ ദ പീപ്പിൾ അല്ലേ? മലബാറി അടുത്ത ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. മമ്മൂട്ടിയാണ് നടനെ വരയ്ക്കും, നടനെ വരയ്ക്കും. ആ നടനെ വരയ്ക്കും. നടനെ വരച്ചുതരാം. നടൻ ഒരു പടത്തിൽ ഉള്ള ക്യാരക്ടേഴ്സ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അത് ഇതേപോലെ തന്നെയാണ് വരയ്ക്കണത്. നടനെ വരച്ചുതരാം. പടത്തിലുള്ള ഇതൊന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ജയസൂര്യാണ്. ജഗതിയാണോ ഇതെന്താ? ദിലീപിന്റെ പടമാണ്. ജിഡി മൂസ കൂട്ടം പറഞ്ഞിടയ്ക്ക് രണ്ടാമത്തെ സെന്റൻസ് ദിലീപ് ഫാനാണോ നീ? കട്ട ദിലീപ് ഫാൻ. കൂട്ടത്തിന് കൂട്ടത്തിന്റെ വാക്ക് വേറെ വേറെ വേർഡ് ആൾക്കാര് ഗാദറിംഗ് ആണോ? തോറ്റു, അച്ഛൻ തോറ്റു ഗൈസ്. ഒരു അരിവാളന് വരയ്ക്കരുതില്ല നിനക്ക്. ഇതും കൊള്ളിത് ഇത് ദിലീപാണ്. ഇത്രയും ആൾക്കാരിച്ചത് ദിലീപാണ്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മുടെ ആകാശാണ്. Come on, ആകാശ്, you can do it. പോയി അജിതി വിഷമിക്കണ്ട. അജിന് വിഷമായിട്ടോ കിട്ടാഞ്ഞത്. എന്താ ഇത് മനസ്സിലായോ? വരച്ചു തള്ളു. ആ. മരം മരം. ചൂട് മാമ്പഴ മാങ്ങയാണത്. ജന്തു ഇത് ആനയാടാ. മാങ്ങക്കകത്ത് ടാപ്പിട്ട് മാമ്പഴക്കാലം മാങ്ങ തേന്മാവിൻകൊമ്പത്ത് തേന്മാവൻ കൊമ്പത്ത്. വാവ്, ഇതൊന്നും ഇങ്ങനെ വാവ് സൂപ്പർ. ആരെ പറഞ്ഞത് തേന്മാവൻ കൊമ്പത്ത്? നിങ്ങൾക്ക് ഭയങ്കര മനപ്പൊരുത്താട്ടോ. അതൊന്നും ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു സാധനം. ഓക്കെ, ആ അടുത്തത് എനിക്കുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അത് വരച്ചോളൂ. സിമ്പിൾ സാധനം. സാധനം വരച്ചു തരാം, പക്ഷെ അതെനിക്ക് വരയ്ക്കാറുണ്ട്. ചിത്രശലഭം തുമ്പി പുഷ്പ. അവൻ പറഞ്ഞ കിന്നാടി തുമ്പികളൊന്നും എവിടെ പഠിക്കുന്നു? നീ ആരുമില്ല. ആ ഇനി ഉണ്ട് ഞാന്. ഇതേത്? വരച്ച് കാണിച്ചാൽ പറയണ്ട. പേരെഴുതി വരാം. അയ്യോ, പൂജ. ഇതൊരു കണക്ട് ചെയ്യണതായിട്ട് ഉദ്ദേശിക്കണത് എഴുതി. ഇതിപ്പോ മനസ്സിലായില്ലേ? എന്റെ ഇത്ര വെച്ചിട്ട് മനസ്സിലായി. ദിലീപിന്റെ പടം മറ്റേ മൂന്നെണ്ണം വിജയനോ അല്ല
തമിഴോടോ? ഓൾഡ് ഓർമ്മയോ? തുള്ളാമെന്നുള്ളൂ. ഖുഷി. പോക്കിരി. പോക്കിരി. പോക്കിരിയുടെ പാമ്പ് ഒരു മീശ വരച്ചാൽ മതിയായിരുന്നല്ലോ. പാമ്പ് അല്ല അത് വരച്ചത്. അപ്പൊ നമ്മുടെ ഈ സെഗ്മെന്റ് ഇവിടെ ഞാൻ ജയിച്ചു. ആക്ച്വലി നിങ്ങൾ ആരും പൊട്ടിയത്? നീ പൊട്ടി. ഓക്കെ, ഇവർ രണ്ടുപേരും പൊട്ടി ആക്ച്വലി. അപ്പൊ ഞങ്ങൾ 3 പേര് ജയിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട്. വിദേശ പഠന സ്വപ്നങ്ങൾക്ക് REG ഇമിഗ്രേഷൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, കേരളത്തിൽ എല്ലായിടത്തും.